ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോർഡിനേറ്റ് ജിയോമെട്രിയിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സോടുകൂടി കോർഡിനേറ്റ് ജിയോമെട്രി എന്ത് ചെയ്യാണ് അവസാനിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നോക്കിക്കേ, എ ലൈൻ പാസസ് ത്രൂ -5,6 ആൻഡ് മേക്സ് ഓൺ ദി ആക്സിസ് പോസിറ്റീവ് ഇന്റർസെപ്റ്റ് whose sum is equal to 8. ഫൈൻഡ് its equation, ഫൈൻഡ് ആൾസോ its slope. അതായത് ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഏതൊക്കെ? -5,6. അതെന്താണ്? ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന പോസിറ്റീവ് ഇന്റർസെപ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ എയും ബിയും എന്താണ്? പോസിറ്റീവ് ആണെന്നാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ സം എത്രയാണ്? 8 ആണ്. അതായത് നമ്മുടെ ഇന്റർസെപ്റ്റ് ഇക്വേഷൻ എന്താണ്? x/a + y/b = എന്താണ്? 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ അതിൽ നമ്മളിതിനെ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ x ഇൻറ്റു ബി ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോർഡിനേറ്റ് ജിയോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ്. അതിലെ ലാസ്റ്റ് ക്ലാസ് ആണത്. ഇതോടുകൂടി അതിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം തീരുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നോക്കി, ഒരു ലൈനുണ്ട്, അത് പാസ് ചെയ്യുന്ന പോയിൻ്റാണ് ഏത്? -5,6. അതെന്താണ്? പോസിറ്റീവായിട്ടാണ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്? എയുടെയും ബിയുടെയും വാല്യൂ എന്താണ്? പോസിറ്റീവ് വാല്യൂ ആണ്. അതിൻ്റെ സം എന്താണ്? 8 ആണ്. ഫൈൻഡ് ഇസ് ഇക്വേഷൻ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഫൈൻഡ് ആൾസോ ഇസ് സ്ലോപ്പ്, അതിൻ്റെ സ്ലോപ്പ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റർസെപ്റ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? x/a + y/b = 1. ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോം അല്ലേ? അപ്പോൾ നമുക്കിതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. x ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താണ്? bx പ്ലസ് y ഇൻറ്റു എ എന്ന് പറയുമ്പോൾ എന്താണ്? ay ബൈ a ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താണ്? ab = 1. ഡിവൈഡ് ചെയ്ത് ab അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? bx + ay = ab എന്നാവും. അവിടെ നിൽക്കട്ടെ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു 8 എന്ന് പറയുന്നുണ്ടല്ലോ. 8 എന്ന് പറയുമ്പോൾ ഇതിൽ ആ എയും ബിയും ആണല്ലോ, ഇതാണ് ഇൻ്റർസെപ്റ്റ് അല്ലേ? ആ ഇൻ്റർസെപ്റ്റിൻ്റെ സം, അതായത് a + b എത്രയുണ്ട്? a + bയുടെ വാല്യൂ 8 ആണ്. a + bയുടെ വാല്യൂ എന്താണ്? 8 ആണ്. ഇനി ഇതാണ് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് അല്ലേ? എന്താണ്? bs + ay = ab ആണ്. അതിൽ ആ ലൈൻ പാസ് ചെയ്യുന്നൊരു പോയിന്റ് പറയുന്നുണ്ട്, ഏതാണ്? -5,6. അപ്പോൾ നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം? എക്സിന് -5ഉം വൈക്ക് 6ഉം കൊടുക്കാം. അപ്പോൾ എന്താവും? b ഇൻറ്റു -5 പ്ലസ് a ഇൻറ്റു 6 = ab. അപ്പോൾ -5 ഇൻറ്റു b എന്ന് പറയുന്നത് എന്താണ്ടാ? -5b പ്ലസ് 6a = ab. നമുക്കിവിടെ a + b 8 എന്നറിയാം അല്ലേ? അതിൽ നിന്ന് a എന്തായിരിക്കും ഇവിടെ? അല്ലെങ്കിൽ പോട്ടെ, ബി എന്തായിരിക്കും? ബി എന്ന് പറഞ്ഞാൽ 8 - a ആയിരിക്കും. എന്തായിരിക്കും? 8 - a. ഇവിടുത്തെ ബിക്ക് പകരം ഞാൻ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? 8 - a എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ -5 ഇൻറ്റു 8 - a പ്ലസ് 6a = ഇവിടെയും ബിക്ക് പകരം ഞാൻ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? a ഇൻറ്റു ബിക്ക് പകരം 8 - a എന്ന് കൊടുത്തു. അപ്പോൾ -5 ഇൻറ്റു 8 എത്രയാണ്? -40. -5 ഇൻറ്റു -a എന്താണ്? +5a. ലാസ്റ്റ് ആരുണ്ട്? +6a = a ഇൻറ്റു 8 എന്താണ്ട? 8a മൈനസ് a ഇൻറ്റു a എന്താണ്ട? a². ഇനി ഇക്വേഷൻ എല്ലാം എന്ത് ചെയ്യുക? ഒരു സൈഡിൽ കൊണ്ടുവരിക. നോക്കിയേ, -40 പ്ലസ് 5a പ്ലസ് 6 എത്രയാണ്? 11a. ഈ +8 ഇപ്പുറത്തും എന്താവും? -8a -a² ഇപ്പുറത്തും എന്താവും? +a² = 0. ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യണേ. a² ആദ്യം എഴുതുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോൾവ് ചെയ്യാം അല്ലേ? -40 പ്ലസ് 11a - 8 എന്ത് കിട്ടും? ആൻസർ 3a പ്ലസ് a² = 0. ഒന്നുകൂടെ അതിന് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യാണ്. സോൾവ് അല്ല, ഒന്ന് അറേഞ്ച് ചെയ്യണേ. a² ആദ്യം എഴുതി, a² കഴിഞ്ഞല്ലോ. പ്ലസ് 3a അതിനെ രണ്ടാമത് എഴുതി, -40 അതിനെ ഏറ്റവും ലാസ്റ്റ് എഴുതി, = 0. ഇനി നമ്മൾ എന്താണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യാൻ പഠിക്കണം.
ഇവിടെ നോക്കിക്കേ a² + 3a - 40. a² ഫ്രണ്ടിലുള്ള വാല്യൂ നമ്പർ എന്ന് പറഞ്ഞാൽ 1 ആണല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇൻറ്റു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ ആരെങ്കിലും ഇൻറ്റു ചെയ്യുമ്പോൾ -40 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടണം. എന്തൊക്കെയുണ്ട ഇൻറ്റു ചെയ്യുമ്പോൾ -40 ആഡ് ചെയ്യുമ്പോൾ 3 കിട്ടണം. അങ്ങനെ 2 നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇൻറ്റു ചെയ്യുമ്പോൾ അല്ലേ, ഇൻറ്റു ചെയ്യുമ്പോൾ -40 അതേ നമ്പർ കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടണം, 3 കിട്ടണം. അങ്ങനത്തെ 2 നമ്പർ ഏതൊക്കെയുണ്ടാ പറഞ്ഞ്. നമുക്കൊരു കാര്യം ചെയ്യാം. 5 × 8 40 ആണല്ലോ. 5 × 8 40 ആണ്. 5 × 8 40. പക്ഷേ അതിൽ മൈനസ് വരണം അല്ലേ. അപ്പോൾ ഞാൻ 5-ന് എന്ത് കൊടുക്കുകയാണ്, ഒരു മൈനസ് കൊടുക്കുകയാണ്. -5 × 8 -40 അല്ലേ. അതേ നമ്പറായിട്ടുള്ള -5 + 8 -5 8 കൂടെ ആഡ് ചെയ്ത് നമുക്ക് 3 കിട്ടൂലേ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ ഇവിടെ -5ഉം 3ഉം ആണെങ്കിൽ, ഇവിടെ നമുക്ക് -5ഉം 3ഉം ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുക്കുക. -5 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഏതെടുക്കുക, 5 എന്നുള്ള വാല്യൂ എടുക്കുക. 8 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിന് എന്താണ് എടുക്കുക, -8 ആണ് എടുക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന വാല്യൂ എന്താണ്, എയുടെ വാല്യൂ -5 ആണെങ്കിൽ ആൻസർ എന്താണ്, 5ഉം അടുത്ത എയുടെ വാല്യൂ എന്താണ്, 8. 8 ആണ് നമ്മൾ ഏതെടുക്കും, -8 എടുക്കും. ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എയും ബിയും എന്ത് വാല്യൂസ് ആണ്, പോസിറ്റീവ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആരെ കളയും, -8 നമ്മൾ എന്ത് ചെയ്യും, -8 നമുക്ക് വേണ്ട, 5നെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ എയുടെ വാല്യൂ എത്രയാണ്, എയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ബി എന്തായിരിക്കും, ബി നമ്മൾ എന്താണ് എടുത്തു വെച്ചിട്ടുള്ളത്, ബി എന്ന് പറഞ്ഞാൽ 8 - a എന്നാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത്. ബി എന്ന് പറഞ്ഞാൽ 8 - a ആണ്. അപ്പോൾ 8 - 5 എത്രയുണ്ടാ, 3 ആണ്. അതായത് എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ എന്താണ്, 3ഉം ആണ്. എയുടെ വാല്യൂ 5ഉം ബിയുടെ വാല്യൂ എന്താണ്, 3ഉം ആണ്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചുകൂടെ നമുക്ക്. ലൈൻ്റെ ഇക്വേഷൻ എന്താണ്, ലൈൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ള എന്താണ് സംഭവം, നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, ഇതാണ് ഇക്വേഷൻ. bx + ay = ab നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എ നമുക്ക് എന്തെന്ന് കിട്ടി, എ 5 എന്നും ബി 3 എന്നും പറയാം. അപ്പോൾ എക്ക് നമുക്ക് എന്ത് കൊടുക്കാം, 5ഉം ബിക്ക് 3. അപ്പോൾ 3x + 5y = 5 × 3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 3x + 5y = 15. കറക്റ്റ് അതിൻ്റെ ലൈൻ്റെ ഇക്വേഷൻ 3x + 5y + 15 ഇപ്പോഴത്തേനും എന്താവും, -15 = 0 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ. പക്ഷെ നമ്മളിവിടെ കഴിഞ്ഞു നമുക്ക് തോന്നും. പക്ഷേ ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, ഫൈൻഡ് ആൾസോ ഇസ് സ്ലോപ്പ്. അതിൻ്റെ സ്ലോപ്പ് കൂടെ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. എന്താണ് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ, സ്ലോപ്പ് = -a/b ആണ് നമുക്കറിയാം. അപ്പോൾ -a ഇവിടെ എത്രയുണ്ട്, a എന്ന് പറഞ്ഞാൽ 3 ആണല്ലേ. അപ്പോൾ 3/-3/b എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ ആൻസർ എന്താണ്, -3/5 ആണ് അതിലെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇപ്പം ചെയ്ത പോലത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ ആണ്. എ സ്ട്രെയിറ്റ് ലൈൻ കട്ട് ഓഫ് ഓൺ ദി ആക്സിസ് ഓഫ് കോർഡിനേറ്റ്സ് പോസിറ്റീവ് ഇൻ്റർസെപ്റ്റ് ഹു സം ഈസ് 5. അതായത് a + b അല്ലേ, a + b എത്രയുണ്ട്, a + b 5 ആണ്. ഗിവൺ ദാറ്റ് ദി ലൈൻ പാസസ് ത്രൂ, അത് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്തിട്ടുണ്ട്, -4,9. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി എബവ് ലൈൻ. അപ്പോൾ ഇത് ഞാൻ എന്താണ്, ബി എന്ന് പറയുന്നത് b = 5 - a എന്ന് എഴുതി. ഇത് ഇത്രയും എന്താണെന്ന് മാറ്റി വയ്ക്കുകയാണ്, നമുക്ക് പിന്നീട് എടുക്കാം. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇൻ്റർസെപ്റ്റ് ഫോം എന്താണ്, x/a + y/b = 1 ആണ്. നമ്മളിതിനെ ക്രോസ് ചെയ്യുമ്പോൾ x × b എന്താണ്ട, bx + y × a ay/ab = 1. അങ്ങനെയാണെങ്കിൽ bx + ay = എന്ന് കിട്ടും നമുക്ക്. ഡിവൈഡ് ചെയ്ത് ab അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു ആവും, ab എന്നാവും. bx + ay = ab എന്നാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
ആ ഒരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നുണ്ട് -4,9 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സിന് പകരം -4ഉം വൈക്ക് പകരം 9 നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിന് പകരം അപ്പോൾ ബി ഇൻറ്റു -4 പ്ലസ് എ ഇൻറ്റു വൈക്ക് വരെ നമുക്ക് ആരെ കൊടുക്കാം 9 ഈക്വൽ ടു എ ബി. നമുക്ക് എന്ത് കിട്ടും -4b പ്ലസ് 9a ഈക്വൽ ടു എ ബി. ഇനി ബിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 5 - a എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം -4 ഇൻറ്റു ബിക്ക് പകരം 5 - a നോക്കാം പ്ലസ് 9a ഈക്വൽ ടു എ ഇൻറ്റു ബിക്ക് വരോട് ആരെ കൊടുക്കുക നമ്മൾ 5 - a എന്ന് കൊടുക്കും. ഇപ്പോൾ -4 ഇൻറ്റു 5 -20 -4 ഇൻറ്റു -a പ്ലസ് 4a ഇവിടെ പ്ലസ് 9a a ഇൻറ്റു 5 5a മൈനസ് a ഇൻറ്റു a സ്ക്വയർ. അപ്പോൾ -20 4a പ്ലസ് 9 എന്ത് കിട്ടും ആൻസർ പ്ലസ് 13a ഈക്വൽ ടു 5a മൈനസ് a സ്ക്വയർ. ഇനി എല്ലാത്തിനും നമുക്ക് ഒരു സൈഡിൽ കൊണ്ടുവരാം. -20 പ്ലസ് 13a പ്ലസ് 5 ഇപ്പുറത്തോടും എന്താവും -5a മൈനസ് a സ്ക്വയർ ഇപ്പുറത്തോടും എന്താവും പ്ലസ് a സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ -20 പ്ലസ് ഇതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും 13a മൈനസ് 5a എന്തായിരിക്കും ഇവിടെ ആൻസർ 13 - 5 എത്രയാണ് 8 അല്ലേ 8a പ്ലസ് a സ്ക്വയർ ഈക്വൽ ടു 0. നമുക്കിനി ഇവിടെ ഒന്ന് അറേഞ്ച് ചെയ്യാം. a സ്ക്വയറിന് ആദ്യം എഴുതാം പ്ലസ് 8 രണ്ടാമത് എഴുതാം -20 മൂന്നാമത് എഴുതാം ഈക്വൽ ടു 0. ഇത് നമുക്ക് ഇനി എന്ത് ചെയ്യണം സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യണം a സ്ക്വയറിൻ്റെ ഫ്രണ്ട് നമ്പർ 1 ആണ്. എന്നാൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഞാൻ പറയുന്ന മെത്തേഡ്. ഇപ്പം ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് ആരെ കിട്ടണം ഇൻറ്റു ചെയ്യുമ്പോൾ -20 കിട്ടണം ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണം. അങ്ങനത്തെ രണ്ട് നമ്പർ നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. എന്താണ് ഇൻറ്റു ചെയ്യുമ്പോൾ -20യും ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യുക കണ്ടുപിടിക്കുക. അങ്ങനെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് ആരെ കിട്ടണം -20 അതുപോലെ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം 8. രണ്ട് നമ്പർ നിങ്ങളൊന്ന് ആലോചിച്ച് പറയാം എന്തൊക്കെയായിരിക്കാം. 10 × 2 എന്താണ് 10 × 2 20 ആണ്. പക്ഷെ നമുക്ക് ആൻസറിൽ മൈനസ് കിട്ടുകയും വേണം. അപ്പോൾ 2ന് മൈനസ് കൊടുത്തു 10 × -2 എന്താണ് -20. 10 പ്ലസ് -2 ആണെങ്കിൽ ആൻസർ എന്താണ് 8 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടുന്ന രണ്ട് വാല്യൂസ് ഏതൊക്കെയുണ്ട ഒന്ന് 10ഉം 10 ആണെങ്കിൽ അതിനെ മൈനസ് ആയിട്ട് എടുക്കണം കേട്ടോ -10. എയുടെ സൊല്യൂഷൻ എഴുതുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കിട്ടുന്ന 10ഉം -2 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്പർ എടുക്കുക. അപ്പോൾ -10ഉം -2 എന്തായിട്ട് മാറും 2 ആയിട്ട് മാറും. ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന പോയിന്റുകളെല്ലാം എന്താണ് പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എയുടെ വാല്യൂ ആരായിട്ട് എടുക്കും എയുടെ വാല്യൂ 2 എന്ന് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി ആരാണ് ബി എന്ന് പറഞ്ഞാൽ 5 - a ആണല്ലേ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബി ഈക്വൽ ടു 5 - a. അപ്പോൾ 5 - a എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി 3 എന്ന് കിട്ടി. അപ്പോൾ a 2ഉം b 3ഉം ആണല്ലേ a 2ഉം b 3ഉം ആണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ ഏതാണ്ട നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ ഏതാണ് ഇതാ കിടക്കുന്ന നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ അല്ലേ bx പ്ലസ് ay ഈക്വൽ ടു ab ഇതാണ് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ b എന്ന് പറഞ്ഞാൽ ആരാണ് 3x ഇക്വേഷൻ കൊണ്ട് എഴുതുകയാണേ bx പ്ലസ് ay ഈക്വൽ ടു ab. അതിൽ b എന്ന് പറഞ്ഞാൽ 3 ആണല്ലേ അപ്പോൾ 3x പ്ലസ് a എന്ന് പറഞ്ഞാൽ 2 ആണ് 2y ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ 2 × 3 അപ്പോൾ 3x പ്ലസ് 2y ഈക്വൽ ടു 6 ആണ്. ഈ പ്ലസ് 6 പ്രകാരം എന്താവും 3x പ്ലസ് 2y മൈനസ് 6 ഈക്വൽ ടു എന്ന് കിട്ടും 0 എന്ന് പറയുന്ന ആ ഒരു ആൻസർ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അടുത്ത പ്രശ്നം നോക്കിയേ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഇസ് പാസസ് ത്രൂ -4,5 ഇതിലൊരു ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് നമുക്കറിയാതാണ് -4,5 ആണ്. and whose intercept on the axis of coordinate are
ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണേ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം നമ്മുടെ ഇൻ്റർസെപ്റ്റ് ഫോം എന്താണ്? x/a + y/b = 1 എന്നറിയാം. അപ്പോൾ അതിൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെ അളവ്, അതായത് ബിക്ക് ഇക്വലൻ്റ് ആണ് ആര്? ബിക്ക് തുല്യമാണ് ആര്? എ. ബിക്ക് ഇക്വലൻ്റ് തന്നെയാണ് ആര്? എ. അല്ലെങ്കിൽ എ എന്താണോ അത് തന്നെയാണ് ബി, ബി എന്താണോ അത് തന്നെയാണ് എ. അതായത് രണ്ടും ഈക്വലാണ്. എ 5 ആണെങ്കിൽ ബിയും എന്ത് തന്നെയാണ്? 5 തന്നെയാണ്. ബി ഈക്വൽ ടു എന്താണ്? എ ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ബട്ട് ഓപ്പോസിറ്റ് ഇൻ സൈൻ. സൈൻ്റെ കേസിൽ ഡിഫറൻ്റ് ആണ്. അതായത് എ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് കൊടുക്കാം. മൈനസ് എ എന്ന് കൊടുക്കാം. അതായത് ഇത്രയേ ഉള്ളൂ. എ 5 ആണെങ്കിൽ ബി എന്തായിരിക്കും? -5 ആയിരിക്കും. എ 6 ആണെങ്കിൽ ബി എന്തായിരിക്കും? -6 ആയിരിക്കും. അപ്പോൾ ഒരേ മാഗ്നിറ്റ്യൂഡാണ്, പക്ഷേ എന്താണ്? ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും. ക്ലിയർ ആണോ? ബി ഈക്വൽ ടു എന്താണ്? മൈനസ്. ഇതാണ് ഇവിടെ ഏറ്റവും വലിയ കൺസെപ്റ്റ്. ബി ഈക്വൽ ടു -സി. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലോട്ട് പോകാം. ഇക്വേഷനിലോട്ട് പോകുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ഇൻ്റർസെപ്റ്റ് ഫോം എന്താണ്? x/a അല്ലേ? x/a പ്ലസ് y/b = 1. ഇതിനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? x × b എന്ന് പറയുമ്പോൾ എന്താണ്ടാ? bx പ്ലസ് a × y അല്ലേ? ay/ab = 1. ഡിവൈഡ് ചെയ്ത് ab അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു ആവും അല്ലേ? അപ്പോൾ bx പ്ലസ് ay = ab. അത് പാസ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതാണ് -4,5 ആണ്. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ. എക്സിന് പകരം -4 കൊടുക്കുക. അപ്പോൾ b × -4 പ്ലസ് a × വൈക്ക് പകരം 5 കൊടുക്കുക = ab. b × -4 എന്ന് പറയുമ്പോൾ എന്താണ്? -4b പ്ലസ് 5a = ab. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നേരത്തെ ഹിൻറ്റിലേക്ക് പോവാം. ബി ഈക്വൽ ടു എന്താണ്? -a. അപ്പോൾ ബി എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ആരെ കൊടുക്കാൻ പറ്റും? -a കൊടുക്കാൻ പറ്റും. അപ്പോൾ -4 × ബിക്ക് പകരം ആരെ കൊടുക്കുകയാണ്? ബിക്ക് പകരം -a കൊടുക്കുകയാണ്. പ്ലസ് 5a അങ്ങനെ തന്നെ നിൽക്കട്ടെ. a × ബിക്ക് പകരം ആരെ കൊടുക്കുകയാണ്? -a കൊടുക്കുകയാണ്. ഇവിടെ മൈനസ് × മൈനസ് എന്താവും? പ്ലസ് ആവും. 4a പ്ലസ് 5a = a × a -a² എന്നാവും. 4a പ്ലസ് 5a എത്രയുണ്ടാ? 9a = -a². ഈ ഒരു -a² ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എന്താവും? അത് പ്ലസ് ആവും അല്ലേ? a² പ്ലസ് a² പ്ലസ് 9a = 0. 2 നിന്ന് a പുറത്തെടുക്കുക. പുറത്ത് നമുക്ക് എന്ത് കിട്ടും? a² a ഔട്ട് ചെയ്താൽ പിന്നെ ബാക്കി a. 9aയിൽ നിന്ന് ഒരു a പോയാൽ പിന്നെ ബാക്കി അവിടെ 9 മാത്രം =0. അപ്പോൾ a × a + 9 = 0 എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ ആരായിരിക്കാം 0, ഒന്നല്ലെങ്കിൽ a ആയിരിക്കാം 0, അല്ലെങ്കിൽ a + 9 ആയിരിക്കാം 0. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ +9 അപ്പുറത്ത് നിന്ന് എന്താവും? -9 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് 2 വാല്യൂ കിട്ടി. എയുടെ വാല്യൂ 0യും കിട്ടി, എയുടെ വാല്യൂ -9ഉം കിട്ടി. നമ്മളിവിടെ ആരെ സെലക്ട് ചെയ്യും? എയുടെ വാല്യൂ -9 നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യും. കാരണം ഇത് നമ്മൾ സെലക്ട് ചെയ്യും. ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ റിജക്റ്റ് ചെയ്യും. കാരണം a = 0 വന്നു കഴിഞ്ഞാൽ എന്താണ്? x/0 എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്? എയുടെ വാല്യൂ 0 എന്നുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് നെഗ്ലക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ a = എന്താണ്? -9. a -9 ആണെങ്കിൽ, എയുടെ വാല്യൂ -9 ആണെങ്കിൽ b എന്തായിരിക്കും? b എന്ന് പറഞ്ഞാൽ -a ആണ്. അതായത് -9, അതായത് ആൻസർ എന്താണ്? 9. അപ്പോൾ എയുടെ വാല്യൂ -9ഉം ബിയുടെ വാല്യൂ 9 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലൈൻ്റെ ഇക്വേഷനിലോട്ട് പോവാം. നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? എവിടെ ഉണ്ട്? എന്താണ് ഇക്വേഷൻ? എന്താണ്ട നമ്മുടെ ഇക്വേഷൻ? bs + ay = ab എന്നുള്ളതാണ് ഇക്വേഷൻ. അതിൽ b എന്ന് പറഞ്ഞാൽ എന്താണ്? 9. അപ്പോൾ 9x പ്ലസ് എയുടെ വാല്യൂ എന്താണ്? -9y -9 × y = ab. a എന്ന് പറഞ്ഞാൽ -9 × b എന്ന് പറഞ്ഞാൽ ആരാണ്? 9. അപ്പോൾ 9x പ്ലസ് മൈനസ്, ഇവിടെ പ്ലസ് മേടിച്ചിടുമ്പോൾ എന്താ അവിടെ? മൈനസ് ആവും അല്ലേ? ഇവിടെ എല്ലാത്തിലും 9 ഉണ്ടല്ലോ. 9 കൊണ്ട് നമുക്ക് എല്ലാത്തിനും ഒന്ന് ക്യാൻസൽ ചെയ്താലോ? എല്ലാ ടേമിനെയും 9 കൊണ്ടും ക്യാൻസൽ ചെയ്യാം. ഒരു 9 ക്യാൻസൽ.
ഇവിടുത്തെ 9 ക്യാൻസൽ. ഈ 9 ക്യാൻസൽ. ബാക്കി നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസും മൈനസും ചേരുമ്പോൾ എന്താണ്? -y = അപ്പുറത്ത് ആരേ ഉള്ളൂ? -9. അപ്പോൾ ആ -9 ഇവിടെ തട്ടി ഇപ്പുറത്താക്കുക. അപ്പോൾ x - y + 9 = 0 എന്ന ഫൈനൽ ആൻസർ കിട്ടും.